ഇത് എറണാകുളം ജില്ലയിലെ കോടനാട്ടുകാരൻ കോസ് കുര്യൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇദ്ദേഹം തന്റെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിന്റെ അപൂർവ സ്വദേശി ഇനമായ പെരിയാർ പശുവിനത്തെ സംരക്ഷിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യൻ. 2015 ഒരു സ്കൂൾ പ്രൊജക്ടിനിടെ വിദ്യാർത്ഥികളുമായി ഒരു സയൻസ് ഫെയറിനായി സ്വദേശീയ പശുക്കളെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിയപ്പോഴാണ് ഈ ഇനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തരാവശ്യം കുര്യൻ മനസ്സിലാക്കിയത്. പിന്നാലെ പെരിയാർ പശു സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു അക്കാദമിക പ്രവർത്തനമായി ആരംഭിച്ചത് ഒടുവിൽ ഒരു ജീവിത ലക്ഷ്യമായി മാറുകയായിരുന്നു. പെരിയാർ നദിയുടെ തീരങ്ങളിലും തുരുത്തുകളിലും കാലങ്ങളായി മേഞ്ഞു വളർന്നു വരുന്ന ഒരിനം നാടൻ പശുക്കളാണ് പെരിയാർ പശു. വേച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ തുടങ്ങിയ നാടൻ പശുക്കൾക്ക് കിട്ടുന്ന ശ്രദ്ധയും പരിപാലനവും ഇവയ്ക്ക് കിട്ടുന്നില്ല എന്നതും ഇവയുടെ വംശനാശത്തിന് വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രീഡായിട്ട് അംഗീകരിക്കണമെങ്കിൽ ചില നോംസ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഒരു ബ്രീഡബിൾ പോപ്പുലേഷൻ. അതായത് 1000 എണ്ണത്തിൽ കുറയാത്ത ഒരു പോപ്പുലേഷൻ ഇതിന് വേണമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വർഗവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വെച്ചൂർ പശുവിൻ്റെ ഇതാണെങ്കിൽ വെച്ചൂർ പശുവിനെ അംഗീകരിച്ചേക്കണതാണ്. അപ്പോൾ വെച്ചൂർ പശുവിൻ്റെ സ്വഭാവവുമായിട്ട് ഇതിന് സ്വഭാവത്തിൽ യാതൊരു സാമ്യവും പാടില്ല. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാരൻസിൻ്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള കുട്ടികളുണ്ടാവണം. അപ്പോൾ അതായത് വേറെ ഇനമായിട്ടൊന്നും ക്രോസ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇതെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇതിനെ സംരക്ഷിച്ച് ഇതിൻ്റെ കാളകളെയും പശുക്കളെയും പ്രത്യേകം വളർത്തി അതിൽ നിന്ന് ഇതിനെ ക്ലാക്കളെ ഉണ്ടാക്കി ഞാനിങ്ങനെ സംരക്ഷിച്ച് വരുന്നത്. നദീതടത്തിന്റെ ജൈവസമ്പന്നമായ പരിസ്ഥിതിയോട് അഭേദ്യമായി ബന്ധപ്പെട്ട ഈ പശുക്കൾക്ക് പെരിയാർ നദി നീന്തി കടക്കാനുള്ള അസാധാരണമായ കഴിവുണ്ടെന്ന് പ്രാദേശിക കർഷകർ പറയുന്നു. പെരിയാർ വാലി പശുക്കൾ എന്നും ഇവ അറിയപ്പെടുന്നു. പൊക്കത്തിന്റെ കാര്യത്തിൽ തീരെ കുള്ളന്മാരാണിവർ. കോടനാട്, പാണംകുഴി, മലയാറ്റൂർ, വടാട്ടുപാറ, കാലടി പ്ലാന്റേഷൻ, ഭൂതത്താൻകെട്ട് ഡാം പ്രദേശം തുടങ്ങിയ പെരിയാർ തീരപ്രദേശങ്ങളിൽ ഇന്നും ഈ പ്രത്യേക ഇനം പശുക്കളെ കാണാം. കുട്ടികൾക്ക് ഇഷ്ടംപോലെ കളിക്കാനും മറ്റൊരു സൗകര്യമായിരുന്നു ഉള്ളത്. ഇപ്പോൾ അത് മാറി. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം എന്താണ് മൊബൈലിൽ അഡിക്റ്റാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കുട്ടികൾക്ക് എനിക്ക് ഇതിനകത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. പരമാവധി സമയം കുട്ടികൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഈ മൊബൈലിൽ നോക്കാതെ നേരെ കന്നുകാലികളുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതുങ്ങൾ അഴിച്ചു വിട്ടുന്നതിനും അത് വെള്ളം കൊടുക്കുന്നതിനും കുളിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് നല്ലൊരു മാറ്റം, ഒരു ചേഞ്ചാണ് ഉണ്ടാകുന്നത് ശരിക്കും. ആലുവ പുഴ, ചൂർണ, പൂർണ എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന പെരിയാർ നദിയുടെ പോലെ തന്നെ ഈ പശുക്കൾക്കും ഹൈറേഞ്ച് ഡ്വാർഫ്, കുട്ടമ്പുഴ കുള്ളൻ, പാണിയേലി കുള്ളൻ തുടങ്ങിയ വിവിധ പ്രാദേശിക നാമങ്ങളുണ്ട്. തോട്ടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നതിനാൽ തോട്ടപ്പശുക്കൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. പ്രഭാതത്തിൽ തന്നെ തീറ്റ തേടി വീടുകളിൽ നിന്ന് പുറപ്പെടുന്ന ഈ പശുക്കൾ 10-20 എണ്ണമുള്ള ചെറുകൂട്ടങ്ങളായി നദീതീരത്തും മലയടിവാരത്തും കിലോമീറ്ററുകൾ വ്യാപിച്ചു മേയുന്നു. കാളകൾ, കിടാക്കൾ, പശുക്കൾ എന്നിവ ഒരുമിച്ചുള്ള ഈ യാത്രയിൽ മഴയോ വെയിലോ അവരെ ബാധിക്കുന്നില്ല. വനത്തിലെ പച്ചപ്പുല്ലും ഔഷധ സസ്യങ്ങളുമാണ് പ്രധാന ആഹാരം. സന്ധ്യയാകുമ്പോൾ തോട്ടങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും തിരിച്ചെത്തുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഇവയ്ക്ക് കുറഞ്ഞ പരിപാലന ചെലവ് മതിയാകും. പ്രാദേശിക പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടിരിക്കുന്ന ഈ പശുക്കൾ പ്രതിദിനം 3 ലിറ്റർ വരെ പാൽ മാത്രം ഉൽപ്പാദിപ്പിക്കും. പക്ഷേ പോഷക സമൃദ്ധമായ പാലിന്റെ ഔഷധമൂല്യവും മണവും ഗുണവും രുചിയുമെല്ലാം പകരം വയ്ക്കാനില്ലാത്തതാണ്. 30 വർഷം വരെ ആയുസ്സുള്ള ഇവയുടെ വാർഷിക പ്രസവക്ഷമത കൊണ്ട് ആണ്ടുകണ്ണി എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. ചെറിയ ശരീരമെങ്കിലും ഉറച്ച ശരീരഘടന, ചുവപ്പ്, കറുപ്പ് നിറത്തിലുള്ള രോമം എന്നിവ ഇവയുടെ പ്രത്യേകതകളാണ്. ഒരു കാലത്ത് ഇവ എണ്ണത്തിൽ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് 500-ൽ താഴെ മാത്രമേ ശുദ്ധരക്ത പെരിയാർ പശുക്കൾ ശേഷിക്കുന്നുള്ളൂ. 100-ലധികം പെരിയാർ പശുക്കളെ സംരക്ഷിക്കുന്ന കുര്യൻ സമാന ചിന്താഗതിയുള്ള കർഷകരെയും ഈ ദൗത്യത്തിൽ ചേർത്തിട്ടുണ്ട്. അവിടെ കോസ് കുര്യൻ സാർ പശുക്കളെ വളർത്തണം ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സാർ ഞങ്ങളോട് ചോദിച്ചു പശുക്കളെ വേണോന്ന്. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം കോസ് കുര്യൻ സാറ് വീട്ടിലേക്ക് 3 പശുക്കൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം ഞങ്ങൾ പറമ്പിൽ കൊണ്ടുപോയി കെട്ടും. രാവിലെ തന്നെ എണീച്ച് അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിട്ട് വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ പശുക്കൾ ചെന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് അതുങ്ങൾ കുറച്ചു നേരം അയച്ചിടും. 3 എണ്ണത്തിനെ അയച്ചിടും. പ്രാദേശിക സ്കൂൾ കുട്ടികളെ പെരിയാർ കന്നുകുട്ടികളെ സ്വീകരിക്കാനും അവയുടെ പരിപാലനത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ മൃഗസംരക്ഷണത്തിൽ ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തുകയാണ് കുര്യൻ.
ഒരു വ്യക്തിയുടെ ത്യാഗബോധവും സ്ഥിരോത്സാഹവും എങ്ങനെ ഒരു മുഴുവൻ സമൂഹത്തിന്റെയും പാരമ്പര്യം സംരക്ഷിക്കാൻ കഴിയുമെന്നതിന്റെ ജീവന്റെ ഉദാഹരണമാണ് കോസ് കുര്യന്റെ ഈ പ്രവർത്തനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഇന്നത്തെ യുവതലമുറയിലേക്ക് എത്തിക്കുന്ന ഒരു മാതൃകാ പ്രവർത്തനമാണിത്. പെരിയാർ നദീതടത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഈ പശുക്കൾ. പ്രാദേശിക കാർഷിക സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമായി അവ തുടർന്നുകൊണ്ടിരിക്കുന്നു.